തിരുവല്ലയിൽ നിന്നും കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തുമ്പോൾ അറസ്റ്റിലാകുന്നത് 2 തൃശ്ശൂർക്കാരായ യുവാക്കൾ. പുലർച്ചെ 4:30 പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം മുങ്ങിയ 2 യുവാക്കളെ പോലീസ് പിടികൂടിയതും നിർണായക നീക്കങ്ങളിലൂടെയാണ്. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടി ബസ് സ്റ്റോപ്പിലെത്തി ഡ്രസ് മാറിയ ശേഷമാണ് കളർ സ്ഥലത്താണ് ഈ 2 യുവാക്കളുടെ ഒപ്പം ബസ്സിൽ കയറിപ്പോയത്. ആദ്യമേ ഇവർ തൃശ്ശൂരിലേക്ക് പോയി എന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പേടിച്ചുപോയ യുവാക്കൾ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ട് പോയത്. ഇതിനുശേഷമാണ് മൂവാറ്റുപുഴയിൽ വെച്ച് ഇത്തരത്തിൽ അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവന്മാരെ കൂടെ ഈ യൂണിഫോം മാറി കളർ ഡ്രസ് ഇട്ട് ഇറങ്ങിപ്പോയത്. എനിക്ക് നിങ്ങൾ പിള്ളേരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൈകാലം കാണിച്ച് നിങ്ങളെ വശീകരിച്ചെടുത്തോണ്ട് പോകുന്നവന്മാരും നിങ്ങൾ റിയൽ ട്രൂ ലവും കൊണ്ടൊന്നും അല്ല പോകുന്നത്. അവന്മാരുടെ ഉദ്ദേശമേ വേറെ. അത് ഫസ്റ്റ് പിള്ളേരെ മനസ്സിലാക്കുക. പിന്നെ മാതാപിതാക്കളായാലും സ്കൂളിലായാലും ഈ കുട്ടികൾക്ക് ബുക്ക് മാത്രം പഠിക്കാൻ പറഞ്ഞു വിടുന്നതിന് ഇടയ്ക്ക് അവർക്ക് ഇതുപോലത്തുള്ള ലോക കാര്യങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതുപോലുള്ള നാടുകൾ കൈകാലം കാണിച്ച് വശീകരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ അതിലൊന്നും വീഴരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോൾ അവിടെ ആറ്റിൽ പൊങ്ങി ഇവിടെ പൊങ്ങി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. ഇതുപോലെ കാണാതായ കുട്ടികൾ ഇവന്മാർ ഇതുപോലെ കുറെ നാടുകൾ കാണും. അത് നമ്മൾ മാതാപിതാക്കൾ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകാം.